നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്, ഇത് ജയകൃഷ്ണൻ, ഇത് സതീഷ് സാർ, അതുപോലെ വിഷ്ണു. ഞങ്ങൾ ഈശ ഗ്രാമോത്സവത്തിന് പ്രതിനിധീകരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്പോൾ ഈ വർഷവും ഈശ യോഗയുടെ കീഴിലുള്ള ഈശ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് നടത്തിയായിരുന്നു. ഇപ്പോൾ ഈ വർഷം കുറച്ചുകൂടി വിപുലമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രാമോത്സവം എന്നതിനെക്കുറിച്ച് സദ്ഗുരു പറഞ്ഞത് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. കായിക വിനോദങ്ങളിലൂടെയുള്ള ജീവിതത്തിൻ്റെ ആഘോഷമാണ് ഗ്രാമോത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മെയിൻലി സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളും ജാതിമത വർഗീയ വേർതിരിവുകൾ അതുപോലെയുള്ള ഇത് മാറ്റിയെടുക്കുവാനും, അതുമാത്രമല്ല അതിൽ പരമപ്രധാനമായി ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, ഗ്രാമങ്ങളിലെല്ലാം ലഹരിക്കും അതിനുമൊക്കെ അടിമയായിട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള ഒരു അവസരം, ആൾക്കാർക്ക് വേറെ എന്തിലെങ്കിലും ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ ഗ്രാമോത്സവങ്ങളിലൂടെ ഒരുക്കുന്നത്. അപ്പോൾ ഇത് 2004 ഗോപിച്ചെട്ടിപ്പാളയം എന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിൽ ഗോപിച്ചെട്ടിപ്പാളയത്ത് ഒരു ഇവൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് അത് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും, അതായത് ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, ഇത്രയും സംസ്ഥാനങ്ങളിൽ ഉണ്ട്. അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലും അത് നടന്നു വരുന്നു. അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്കിവിടുന്ന് ഇപ്പോൾ ഈ വർഷം 700 പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 140 ടീമുണ്ടാവും പല ജില്ലകളിലായിട്ട്. അതുപോലെ 800 വില്ലേജസിൻ്റെ അവർക്ക് പ്രാതിനിധ്യവും ഉണ്ടാവും ഈ മത്സരത്തിൽ. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, ട്രിവാൻഡ്രം, ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഇത്തവണ നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മൊത്തം പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 35,000-ത്തിലധികം ഗ്രാമങ്ങളിൽ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ടീമുകളായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ 5,000-ത്തിലധികം സ്ത്രീകളും പുരുഷന്മാരും കൂടെ ചേർന്ന് 50,000-ത്തിലധികം ആളുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകളെന്ന് പുരുഷന്മാരും മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ടീമുകളെ കൊണ്ടുവന്നല്ല നമ്മളിതിൽ മത്സരിപ്പിക്കുന്നത്. അതിന് പകരം ഇവർ 14 വയസ്സിന് മേളിലുള്ള ആർക്കും മത്സരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ 68 വയസ്സായ സ്ത്രീകൾ വരെ മത്സരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ത്രോ ബോൾ കോമ്പറ്റീഷനും പുരുഷന്മാർക്ക് വോളിബോളും കബഡിയുമാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ നമ്മളിപ്പോൾ വോളിബോളും കബഡിയും മാത്രമേ നടത്തുന്നുള്ളൂ. ഇത് കൂടാതെ, ഈ മത്സരങ്ങൾ കൂടാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പല കലാ ആവിഷ്കാരങ്ങളും ഈ ഫൈനലിൻ്റെ കൂടെ കോയമ്പത്തൂർ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെയാണ് മയിലാട്ടം, നാദസ്വരം, പഞ്ചാരിമേളം, ചെണ്ടമേളം, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളായ കലാരൂപങ്ങളാണ്. പുലിവേഷം, ഇങ്ങനെയുള്ളതൊക്കെ നടത്തുന്നുണ്ട്. അതുകൂടാതെ അവിടെ വന്ന് പങ്കെടുക്കുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ട് സിലമ്പം, കോലം, ഇതിനൊക്കെ ഓപ്പൺ മത്സരവുമുണ്ട്. ഈ മത്സരങ്ങൾക്കെല്ലാം ക്യാഷ് പ്രൈസ് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. 67 ലക്ഷം രൂപയാണ് സമ്മാനമായി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫൈനലിൽ മത്സരിക്കുന്ന ഇരു ടീമുകൾക്കും 5 ലക്ഷം രൂപ വീതമാണ് കിട്ടുന്നത്. നമ്മൾ പല ലെവലിലായിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ആദ്യം ക്ലസ്റ്റർ ലെവൽ മത്സരമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ട്രിവാൻഡ്രത്തും മറ്റ് ജില്ലകളിലും ആരംഭിക്കാൻ പോകുന്നത്. ക്ലസ്റ്റർ ലെവൽ 6 ജില്ലകളിൽ നടന്നു കഴിയുമ്പോൾ ഡിവിഷണൽ ലെവൽ മത്സരം തൃശ്ശൂർ വെച്ച് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ക്വാളിഫൈ ചെയ്യുന്ന ടീം ഫൈനൽ കോയമ്പത്തൂർ ആദിയോഗിയുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ്സും ഷെഡ്യൂളുമുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ വരാന്തരപ്പള്ളിയിൽ വെച്ചിട്ടാണ്. ഓഗസ്റ്റ് 23 മുതൽ 24 വരെയാണ് അവിടെ നടക്കുന്നത്. എറണാകുളത്ത് അമ്പലമുകളിലും ഈ ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. കാസർഗോഡ് ചെറുവത്തൂർ ഓഗസ്റ്റ് 28 മുതൽ 29 വരെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോത്തങ്കോട് വെച്ചാണ് നടക്കുന്നത്. പോത്തങ്കോട് ഓഗസ്റ്റ് 30-ഉം 31-ഉമാണ്. കണ്ണൂരും ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് നടക്കുന്നത്. പാലക്കാട് അയലൂരിൽ സെപ്റ്റംബർ 1-ഉം 2-ഉമാണ് മത്സരം നടക്കുന്നത്.
അപ്പോൾ ഇതിന് പരമാവധി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലാണ്. സതീഷ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാർ അതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ സാർ തന്നെ ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഓർഗനൈസിങ് ടീമും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ വഴി നമുക്ക് പരമാവധി കവറേജ് കിട്ടി. കാര്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേറെ ചിലവൊന്നുമില്ല, അതേസമയം സമാന തുകയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 14 വയസ്സിന് മേളിലുള്ള ആർക്ക് വേണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളെയും അങ്ങനെയുള്ളവരെ കൂടെ കൂടുതൽ ഇൻഫോം ചെയ്യാനും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കൂടുതൽ പ്രചരണം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. പരമാവധി പഞ്ചായത്ത് ഏരിയ, നമ്മളെ ഗ്രാമോത്സവം എന്നാണ് പേര്. അപ്പോൾ പഞ്ചായത്ത് ഏരിയ അതിനെ ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ടീംസിനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല, സിറ്റിക്കകത്തു നിന്നുള്ള ടീമും അല്ല. അപ്പം നമുക്ക് പഞ്ചായത്തിലും അങ്ങനെയുള്ളിടത്ത് കൂടുതലും ഇതിൽ പങ്കെടുക്കുന്നത് ദിവസക്കൂലിക്കാരായ ആൾക്കാരാണ്. അവർ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ഇതിൽ പങ്കെടുക്കാൻ കിട്ടുന്നൊരവസരമാണ്. പ്രായമായവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ കിട്ടുന്നൊരവസരമാണ്. അതിന് പരമാവധി മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വോളിബോളിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണ് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈശോയുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. 12 ടീമുകളാണ് അന്ന് പങ്കെടുത്തത്. അതിനകത്ത് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ ടീമാണ് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 17 ടീം ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 20 ടീമെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. അപ്പോൾ എന്തായാലും 20 ടീം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഞങ്ങളുടെ ടെക്നിക്കൽ കമ്മിറ്റി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മത്സരം നടക്കുന്നത് പോത്തൻകോട് LVH സ്കൂളിലാണ്. 2 ദിവസമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അത് മത്സരിക്കാൻ വരുന്നവർക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ഈശോയുടെ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചെല്ലുമ്പോഴും പ്രൈസ് മണിയുണ്ട്. അവസാന മത്സരത്തിനാണ് ഈ 5 ലക്ഷം രൂപ. ഫസ്റ്റ് അതിൽ പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 4 കാറ്റഗറിയിലും മത്സരത്തിന് അതിൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അവരുദ്ദേശിക്കുന്നത് ഗ്രാമത്തിലെ ആൾക്കാരെ മാത്രം പങ്കെടുപ്പിക്കുക. വൈകുന്നേരം വെറുതെ വന്ന് കളിക്കുന്ന ആൾക്കാരായാലും മതി, നമുക്ക് വയസ്സായ ആൾക്കാരായാലും മതി, അവരെല്ലാം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയായി നമുക്കിപ്പോൾ വേണ്ടത് ഇതിന് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു മാധ്യമത്തിൽ നിന്നൊരു അറിവ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. കാര്യം കുറേ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കളിക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ആ ഒരു ടൈം പാസ് എന്നുള്ളത് നമ്മുടെ കൂടെ വരട്ടെ എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് അതിനുള്ള പിന്തുണ പത്രമാധ്യമങ്ങളിൽ നിന്നുണ്ടാകണം. അതാണ് ഒന്നായിട്ടുള്ള സൂചന.